ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അയൽക്കൂട്ട ട്രിപ്പ് പാർട്ട് 2 വീഡിയോ കണ്ടാലോ. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ പോയത് ആശ്രമം ഗ്രൗണ്ട് എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഗ്രൗണ്ടിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ വാട്ടർ ഇങ്ങനെ മൗണ്ടൈനിൽ നിന്ന് വരുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, വാട്ടർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അവിടെ നിന്ന് നനയാം. ശരിക്കും മൗണ്ടൈനിൽ നിന്നൊക്കെ വാട്ടർ ഫോൾസ് ഇങ്ങനെ വെള്ളച്ചാട്ടം നമുക്ക് നേരിട്ട് കാണുന്ന പോലത്തെ ഒരു ഫീല് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ബേർഡ് പാർക്കിലേക്കാണ് കയറിയത്. കുറേ ബേർഡ്സ് ഉണ്ടായിരുന്നു, പല കളറിലും പല തരത്തിലുമുള്ള ബേർഡ്സിനെയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സും വണ്ടുകളൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരു നല്ലൊരു ക്രിയേറ്റിവിറ്റി വൈബായിരുന്നു കേട്ടോ. മൊത്തം നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി കണ്ടത് ഒരു മത്സ്യകന്യകനാണ്. പുള്ളിക്കാരനെ എനിക്ക് വീഡിയോയ്ക്ക് പോസൊക്കെ ചെയ്തു തന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തു. കഴിഞ്ഞ് നമ്മൾ നേരെ പോയപ്പോൾ എല്ലാവരും വാവ് എന്ന് പറഞ്ഞു പോയി. കാരണം അവിടെ മത്സ്യകന്യക ഉണ്ടായിരുന്നു. പുള്ളിക്കാരീനെ അടുത്തെത്താനായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്രൗഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നതിൽ. നല്ല ക്രൗഡ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കൊല്ലത്തുള്ള ആൾക്കാരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഇതറിഞ്ഞ് എത്തിയവരും ഉണ്ട്. കാരണം അത്യാവശ്യം കാണാനുണ്ട് അവിടെ. അതുപോലെ തന്നെ നല്ല രസമായിരുന്നു. നമുക്ക് ടൈം പോകുന്നതേ അറിഞ്ഞില്ല. പിന്നെ നേരെ പോയത് കുറേ സ്റ്റോൾസിലേക്കാണ്. അവിടെ ബുക്ക് സ്റ്റോളും ആക്സസറീസും ഡ്രസ്സുകളും കുറേ സാധനങ്ങൾ അങ്ങനെ വാങ്ങാനുള്ള ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പ്ലേസ് ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ നേരെ ബസ്സിൽ വന്നു, ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ അയൽക്കൂട്ട ട്രിപ്പ് അടിച്ചു പൊളിച്ചു.